വരും. അത് അസിഡിക്കും പാടില്ല, ആൽക്കലൈനും പാടില്ല. അതിനുള്ള സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരും. എല്ലാ മിനറൽസും എല്ലാ വൈറ്റമിൻസും പ്രോട്ടീൻ എല്ലാം കിട്ടുകയും ചെയ്യും. ബോഡി പുനർജീവിപ്പിക്കലാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അത്രയ്ക്കും മിറാക്കിൾ പ്രോഡക്റ്റാണ് നമ്മുടെ എനറോൺ. സാറിൻ്റെ എല്ലാ പ്രോഡക്ട്സിലും ഇതുപോലെ തന്നെയാണ്. മാത്രമല്ല അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഇൻക്രീസ് ചെയ്യിക്കും. ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാൻ സോറി സമയം കഴിഞ്ഞെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കുറച്ച് പേഷ്യൻസിനും കൂടി ഞാൻ കൊടുത്തിൻ്റെ ഒരു റിസൾട്ട് കൂടി പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. എൻ്റെ നിറച്ചും പേഷ്യൻ്റുള്ള ഒരു ഡോക്ടറാണ് ഞാൻ. അപ്പോൾ പല പേഷ്യൻസും കുറച്ച് പേഷ്യൻസൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. അവർക്ക് തൈറോയിഡ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ എലക്ട്രോക്സിൻ കൊടുക്കും. ഞാൻ കുറച്ചും കൂടി വൈറ്റമിൻസും ഞാൻ കൊടുക്കും. ഞാൻ എപ്പോഴും അവരോടൊരു എംപതറ്റിക് അങ്ങനെ ഒരു ഇത്തിരി സ്നേഹത്തിലാണ് എൻ്റെ എല്ലാ പേഷ്യൻറ്റും ഞാനായിട്ട്. അപ്പോൾ ഞാൻ അവർക്ക് അതിനോട് തൈറോയിഡിൻ്റെ ഉണ്ടാവാനായിട്ടുള്ള സെലേനിയം അങ്ങനെയുള്ള സാധനങ്ങളും കുറച്ചൊരു ക്ലാസ്സും കൂടി കൊടുത്തിട്ടാണ് മിക്കവാറും ഞാൻ എൻ്റെ പേഷ്യൻസിനെ കാണാറുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് തൈറോയിഡിൻ്റെ ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ക്ഷീണം മാറുന്നില്ല, എൻ്റെ മെൻസസ് റെഗുലർ ആവുന്നില്ല, എനിക്ക് ഹെയർ ഫോൾ ഉണ്ട്, അങ്ങനെ കുറേ പ്രശ്നമാണ്. അപ്പോൾ അവരുടെ ഹസ്ബൻഡും പറഞ്ഞു, ഡോക്ടറെ ജോലി കഴിഞ്ഞ് വന്നാലും വൈഫ് തീരെ ക്ഷീണമാണ്, ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, മക്കളുടെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് വൈഫിന് പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ എനറോണും യൂട്ടിയും കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ചു എന്നെ. അതിൻ്റെ ഹസ്ബൻഡ് വിളിച്ചു. അവർക്ക് പറഞ്ഞു, ഡോക്ടറെ ഇപ്പോൾ നന്നായിട്ടുണ്ട്, ശാന്തി ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ ക്ഷീണമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ഈ എനറോൺ കൊടുക്കുന്ന ടൈമിൽ ഞാൻ അവരുടെ TFT നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ TFTയിൽ TSH വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ 1 മന്ത് 1 ബോട്ടിൽ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് റിസൾട്ട് നോക്കിയിട്ട് വേണം വരാൻ പറഞ്ഞു. അങ്ങനെ ആൾ റിസൾട്ട് കൊണ്ടുവന്നു. വേറെ മെഡിസിനൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല, എനറോൺ UT മാത്രമേ എനിക്ക് കൊടുത്തിട്ടുള്ളൂ. വന്നപ്പോൾ അത് ബേസിലോട്ടെത്തി. തൈറോയിഡ് TSHൻ്റെ വാല്യൂ നോർമലെത്തി. അപ്പോൾ അവരത് മരുന്ന് കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് എൻ്റെ വീട്ടിൽ എന്നെ കാണാനായിട്ട് മകനെ കാണിക്കാനായിട്ട് വന്നതാണ് അമ്മ. അപ്പോൾ അവർ ക്രെട്ടയിൽ നിന്ന് ഇറങ്ങി വരേണ്ടത് എനിക്ക് ഇരിക്കുന്നിടത്ത് വേണം. അപ്പോൾ ഈ റെജീനാണ് അമ്മേൻ്റെ പേര്. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ ആൾക്ക് നടക്കാൻ ഒട്ടും വയ്യ, ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ വയ്യ. എന്നിട്ട് മെഡിസിനൊക്കെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, എന്താ റേജി പറ്റിയത്, നടക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം മാഡം എന്ത് ചെയ്യണം, എത്ര നാളായി ഞാൻ ഇങ്ങനെ നടക്കുന്നു, എൻ്റെ മുട്ടിന് നല്ല വേദനയാണ്, ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ചിരട്ട മാറ്റി വെക്കണം എന്നാണ് പറയണേന്ന് പറഞ്ഞു. സാമ്പത്തികമായിട്ട് നന്നായിട്ടുള്ളവരാണ്. അപ്പോൾ അവരത് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ രജിനോട് പറഞ്ഞു, രജി എന്തായാലും മുട്ട് മാറ്റാൻ റെഡി ആയിരിക്കാം, ഒരു 3 മന്ത്സ് അല്ലെങ്കിൽ 4 മന്ത്സ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ കുറച്ച് പ്രോഡക്റ്റ് തരാം, എനിക്ക് വിശ്വാസമുള്ളതാണ്. അപ്പോൾ എനിക്ക് വിശ്വാസം എന്ന് പറയുമ്പോൾ അവർക്കതൊരു വിശ്വാസം. അപ്പോൾ ശരി ഡോക്ടറെ, ഞാനെന്നാ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രജിക്ക് എനറോൺ, പിന്നെ നമ്മളുടെ JT, എൻകാലർ, പിന്നെ ലിവ, അങ്ങനെ പ്രോഡക്ട്സ് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ നീരെല്ലാം കുറഞ്ഞു ഡോക്ടറെ, പെയിൻ റിലീഫ് ആയിട്ടില്ല, നീരെല്ലാം കുറഞ്ഞു പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച അവരുടെ JT ലിവയൊക്കെ കഴിഞ്ഞപ്പോൾ അവരെന്നെ വീണ്ടും വിളിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് നന്നായിട്ട് നീര് കുറഞ്ഞിട്ടുണ്ട്, പെയിനും കുറച്ച് കുറവുണ്ട്, മാറിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമൊക്കെ കുറവായിട്ടുണ്ട്, മാഡം ഇന്ന് വരുമ്പോൾ എനിക്ക് എൻകാൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഇന്ന് എന്നോട് കൊണ്ടെല്ലാം പറഞ്ഞേക്കാണ്. അങ്ങനെ ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ എനിക്കൊരു വാരിക്കോസ് വെയിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വാരിക്കോസ് വെയിൻ മൂത്രത്തിക്കുന്ന നമ്മുടെ വിദ്യാസാഗർ സാറിൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ ബ്ലീഡിങ് ഒക്കെ വന്നിട്ട് വാരിക്കോസ് വെയിൻ്റെ അപ്ചർ നോൺ ഹീലിംഗ് ആൾച്ചറായിട്ടാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും, സാധനം നമുക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവർ വില്ലിങ് ആണ്. അവർക്ക് കൂടുതലൊന്നും കൊടുത്തിട്ടില്ല, അത്രയധികം പൈസ ഒന്നുമില്ല അവർക്ക്. അപ്പോൾ എൻഹാർട്ട്, ലിവ, ആയുഷ് പ്യൂരിഫൈ ഒക്കെ കൊടുത്തു. ഡെയിലി എന്നെ കാണണം, എന്നിട്ട് വേണം ഡ്രസ്സിങ് ചെയ്യാൻ. അങ്ങനെ അവർ ഡെയിലി ഒന്ന് ഡ്രസ്സിങ് ചെയ്തു. പിന്നെ ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വാരിക്കോസ് അൾസർ പെട്ടെന്നൊന്നും ഹീൽ ചെയ്യാറില്ല, പക്ഷേ അവരുടെ ആ മുറിവെല്ലാം ഉണങ്ങി,
അവർക്ക് പെയിൻ നല്ല റിലീഫായി. പക്ഷെ ഇപ്പം തൊട്ട് കാണാനില്ല കേട്ടോ. ഇപ്പം അവർക്ക് ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പം അവർ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ കണ്ടിട്ട് കുറച്ച് നാളായി. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ, കുറച്ച് അനുഭവങ്ങൾ. സമയം ഇല്ല, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഇല്ല. പിന്നെ നമ്മുടെ ഹെയ്ലോൺ സജിത് സാറിന് നമ്മുടെ ആ പേര് ഹെയ്ലോൺ, ആ പേര് തന്നെ ബ്ലെസ്സിങ് ഓൾവേസ്, അങ്ങനെ ആ പേരാണ്. എത്രയോ അന്വർത്ഥമായ പേരാണ്. ഇതിൽ വരുന്നവർക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നമ്മൾ സേവനമാണ് ചെയ്യുന്നത്. സേവനം നമ്മളും നാട്ടുകാർക്ക് മാത്രമല്ല, നമുക്കും ബെനിഫിറ്റ് ഉള്ള ഒരു ഫീൽഡാണ്. എല്ലാവർക്കും ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ് നമുക്ക് ഈ ഹെയ്ലോൺ കമ്പനിയിലൂടെ നേടിത്തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.